എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 പ്രവേശനത്തിന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രകാരം അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇനി അഡ്മിഷൻ എന്ന് പറയുന്നത് അതായത് 15, 16, 17 തീയതികളായിട്ടാണ്, അതായത് ജൂൺ 15, 16, 17 തീയതികളായിട്ടാണ് വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനിയുള്ള അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റുകൾ എന്ന് പറയുന്നത് 16-ാം തീയതിയും 17-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾ നാളെ തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതായത് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ പെർമനന്റ് അഡ്മിഷനും, രണ്ടാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെന്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ അതിന് താഴെ ഏതെങ്കിലും ഓപ്ഷനാണോ കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനും എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ഫോം എന്താണ്, അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയങ്ങളാണ്. അപ്പോൾ ഈ ഒരു സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോം നിങ്ങൾ സ്കൂളിൽ അലോട്ട്മെന്റിന് അതായത് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത്, നിങ്ങൾ ടെമ്പററിയോ പെർമനന്റ് അഡ്മിഷനോ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും ഈ ഒരു ഫോം കിട്ടും. ഫോമിന് 10 രൂപ ആണ് സാധാരണത്തിൽ വാങ്ങിക്കുക എന്നാണ് തോന്നുന്നത്, 10 5 ആണ് വാങ്ങിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്കൂളിൽ നിന്ന് ഫോം, ഈ ഒരു ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ഫോം നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് പൂരിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഹയർ ഓപ്ഷൻ, അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിന്റ് എടുക്കാൻ പറ്റും. ഹയർ ഓർ സെലക്റ്റീവ് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ഫോം എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ പൂരിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ഫോം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഉത്തരം പറയാം. ഒരു എക്സാമ്പിളിന് ഞാനിപ്പോൾ 10 ഓപ്ഷൻ അലോട്ട്മെൻറ്റിന് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു 10 ഓപ്ഷൻസ് ഞാൻ ഇങ്ങനെ അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അലോട്ട്മെൻറ്റായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഒരു 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റായിട്ട് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് 5ാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് താഴെ എല്ലാ ഓപ്ഷനും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആകും. അതായത് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ കിട്ടിയത് ആ ഒരു കിട്ടിയ ഓപ്ഷൻ്റെ താഴെയുള്ള ഓപ്ഷൻ ഡിലീറ്റ് ആയി പോകും. ഒരു എക്സാമ്പിൾ എനിക്ക് 5ാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ 10 ഓപ്ഷൻ കൊടുത്തു, അതിൽ 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ 6 മുതൽ 10 വരെയുള്ള ഓപ്ഷൻ ഡിലീറ്റ് ആയി പോകും. ഇനി അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിലും എൻ്റെ ഇതിന് മുകളിലുള്ള 1 മുതൽ 1, 2, 3, 4 എന്നിങ്ങനെയുള്ള ബാക്കി ഓപ്ഷനുകളെയാണ് പരിഗണിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ ആ ഒരു ബാക്കിയുള്ള ഹയർ ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ്റെ മുകളിൽ ബാക്കിയുള്ള, അതായത് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കുന്ന സമയത്ത് യുവർ റാങ്ക് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ബാക്കിയുള്ള ഓപ്ഷനുകളുടെ റാങ്ക് മാത്രം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ ഓപ്ഷൻ്റെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാതെ ബാക്കിയുള്ള ആ ഒരു ഓപ്ഷനുകളുടെ ഓപ്ഷനുകളെയാണ് ഹയർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ വേണ്ടാത്തത് അതിനെ മാത്രമായിട്ട് റിമൂവ് ചെയ്യുന്നതിന് സാധിക്കുന്ന ഒരു സൗകര്യമാണ് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷനൊക്കെയാണ് കിട്ടിയതെങ്കിൽ ആ ഒരു കിട്ടിയ സീറ്റ് തന്നെ മതി, ഇനി അതിന് മുകളിലുള്ള വേറൊരു ഓപ്ഷനും അലോട്ട്മെൻ്റ് ആയിട്ട് വേണ്ട, അതിപ്പോൾ കിട്ടിയ സ്കൂളും കോഴ്സും തന്നെ മതി എന്നുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു ഹയർ ഓപ്ഷൻസ് മുഴുവൻ വേണ്ടെങ്കിൽ അതിനെ മുഴുവനായിട്ടും റിമൂവ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ചില വിദ്യാർത്ഥികളുടെ, അതായത് എനിക്കിപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ആ ഒരു കിട്ടിയ സീറ്റിൽ ഞാൻ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നത്, ഹയർ ഓപ്ഷൻസ് എനിക്കൊന്നും റിമൂവ് ചെയ്യേണ്ട എന്നുള്ളവർ ഈ ഒരു ഫോം ഉപയോഗിക്കേണ്ടതില്ല. അപ്പോൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ നിലനിർത്തണം എന്നുള്ളവർക്ക് ഈ ഒരു ഫോം ഉപയോഗിക്കേണ്ടതില്ല. ഹയർ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷൻസിനെ ഒഴിവാക്കണമെങ്കിൽ മാത്രമേ ഈ ഒരു ഫോം ഉപയോഗിക്കേണ്ടതായിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ഫോം എങ്ങനെയാണ് പൂരിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഇത് ഓൺലൈനായിട്ട് പൂരിപ്പിക്കല്ല ചെയ്യേണ്ടത്. നിങ്ങൾ സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ അഡ്മിഷൻ നേടുന്ന സമയത്ത് ഏതെങ്കിലും ഹയർ ഓപ്ഷൻ, അതായത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ്റെ മുകളിലുള്ള ബാക്കിയുള്ള ഓപ്ഷനുകളെല്ലാം അതിനാണ് ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനുകൾ വിദ്യാർത്ഥികൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് ഈ ഒരു ഫോം ഉപയോഗിക്കുന്നത്. ഇത് സ്കൂളിൽ നിങ്ങൾ പൂരിപ്പിച്ച് നൽകുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫോം പൂരിപ്പിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ മുകളിലായിട്ട് കൊടുത്തതാണ് മറ്റും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാല പ്രവേശനം 2026 ഹയർ ഓപ്ഷനുകൾ റദ്ദാക്കാനുള്ള അപേക്ഷാ ഫോറം എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. അതുപോലെ തന്നെ ഇതിൽ അപേക്ഷാ നമ്പർ, അത് നിങ്ങളുടെ +1ൻ്റെ അപ്ലിക്കേഷൻ നമ്പറാണ് അവിടെ എഴുതേണ്ടത്. അതുപോലെ നിങ്ങളുടെ പേര്, അപേക്ഷൻ്റെ പേരാണ് അവിടെ എഴുതേണ്ടത്, നിങ്ങളുടെ പേര്. അതുപോലെ കത്തിടപാടുകൾക്കുള്ള വിലാസവും ഫോൺ നമ്പറും, ഇവിടെ നിങ്ങളുടെ പേരില്ല വിലാസവും ഫോൺ നമ്പറുമാണ് എഴുതേണ്ടത്. അടുത്തത് നിങ്ങളുടെ SSLC അല്ലെങ്കിൽ നിങ്ങൾ ഏത് വിഭാഗത്തിലാണോ 10ാം ക്ലാസ് പഠിച്ചത് അതിൻ്റെ രജിസ്റ്റർ നമ്പർ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് 5ാമതായിട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ, അതായത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏത് ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, ഏത് സ്കൂളിലാണ്, അതായത് ഏത് ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് ഇവിടെ എഴുതുക. അപ്പോൾ എനിക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ 5ാമത്തെ ഓപ്ഷൻ, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ചെയ്യപ്പെട്ട ആ ഒരു സ്കൂൾ എന്ന് പറയുന്നത് ഏത് സ്കൂളാണോ അതിൻ്റെ സ്കൂൾ കോഡ്, അത് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചതിൻ്റെ 2ാമത്തെ
രണ്ടാമത്തെ പേജിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ലഭിച്ച കോമ്പിനേഷൻ ഏതാണ് എന്നുള്ളത് ചോദിക്കേണ്ടത്, അതും കറക്റ്റായിട്ട് എഴുതുക. അതിനുശേഷം ആറാമത്തേത് ഉയർന്ന ഓപ്ഷനുകളെല്ലാം റദ്ദാക്കി ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ സ്ഥിര പ്രവേശനം നേടുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ചില വിദ്യാർത്ഥികളുണ്ടാകും, അതായത് ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻസ് എനിക്ക് വേണ്ട, അത് ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ വേണ്ട എന്നല്ല, ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ മതി, എനിക്ക് അതിന് മുകളിലുള്ള വേറെ ഒരു ഓപ്ഷനും വേണ്ട എന്നുള്ളവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അങ്ങനെയെങ്കിൽ ഇതിവിടെ അതെ എന്ന് എഴുതുക. അതായത് ഹയർ ഓപ്ഷൻസ് ഒന്നും ഇനി വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഇവിടെ അതെ എന്ന് എഴുതുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഹയർ ഓപ്ഷൻസിനെ എല്ലാത്തിനെയും ഡിലീറ്റ് ചെയ്യേണ്ട എന്നുള്ളവർ ഇല്ല എന്ന് എഴുതുക. ഇനിയിപ്പോൾ നിങ്ങൾ അതെ എന്നാണ് കാരണം എഴുതിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു കാരണം എഴുതണം. അതായത് അതെ എന്നാണ് എഴുതിയതെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഹയർ ഓപ്ഷൻ മുഴുവനായിട്ട് നിങ്ങൾ റിമൂവ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കാരണം കൃത്യമായിട്ട് സൂചിപ്പിക്കണം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിലീറ്റ് ചെയ്ത ഹയർ ഓപ്ഷൻ പിന്നീട് പുനഃസ്ഥാപിച്ച് നൽകുന്നതല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തത് ഏഴാമത്തേത്, തിരഞ്ഞെടുത്ത ഏതാനും ഹയർ ഓപ്ഷനുകൾ മാത്രമായിട്ട് റദ്ദ് ചെയ്യുന്നതിന് താഴെ സൂചിപ്പിച്ചിരിക്കുന്ന വിവരങ്ങൾ നൽകുക. ആറാം കോളത്തിൽ അതേ ഉത്തരം നൽകിയാൽ ഇവിടെ ഒരു വിവരവും നൽകരുത്. അതായത് ആറാം കോളത്തിൽ അതേന്ന് ഉത്തരം നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ പറയുന്നത് അവരുടെ ഹയർ ഓപ്ഷൻ മുഴുവനായിട്ട് റദ്ദ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇല്ല എന്ന് എഴുതിയ വിദ്യാർത്ഥികളാണ് ഇവിടെ ഈ ഒരു കോളത്തിൽ പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, എനിക്ക് മൂന്നാമത്തെ ഓപ്ഷൻ വേണ്ട എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ഓപ്ഷനുകളുടെ നമ്പർ, അത് ഓപ്ഷൻ നമ്പർ എത്രാമത്തെ ഓപ്ഷനാണ് അതിനെ റിമൂവ് ചെയ്യേണ്ടത് എന്നുള്ളത്. അടുത്തത് ഓപ്ഷനിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന സ്കൂളിൻ്റെ കോഡ്, അതുപോലെ തന്നെ അതിലുള്ള ആ ഒരു സബ്ജക്റ്റിൻ്റെ കോഡ്, അത് കോഴ്സിൻ്റെ കോഡ് എന്താണ് എന്നുള്ളതാണ് അതിൽ രേഖപ്പെടുത്തുന്നുള്ളത്. അപ്പോൾ എനിക്കിവിടെ മൂന്നാമത്തെ ഓപ്ഷൻ മാത്രമേ റിമൂവ് ചെയ്യേണ്ടതുള്ളൂ. എനിക്ക് ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു സത്യപ്രസ്താവനയാണ്. ഈ ഒരു അപേക്ഷയിൽ ആവശ്യപ്പെട്ട പ്രകാരം ഉയർന്ന ഓപ്ഷനുകൾ റദ്ദാക്കി കഴിഞ്ഞാൽ അത്തരം ഓപ്ഷനിലേക്ക് പിന്നീട് എനിക്ക് യാതൊരുവിധ അവകാശവും മുൻഗണനയും ഉണ്ടായിരിക്കില്ലെന്ന വസ്തുത എനിക്കറിയാവുന്നു. അപേക്ഷൻ്റെ പേരും ഒപ്പം രക്ഷിതാവിൻ്റെ പേര്, ഒപ്പ്, സ്ഥലം, തീയതി എന്നിവ ഇട്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്കൂളിൽ സ്വീകരിച്ച അപേക്ഷകർ നിർബന്ധമായിട്ടും, അതായത് നിങ്ങൾ സ്കൂളിൽ നൽകിയ ശേഷം നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് റെസിപ്റ്റ് തരുന്നതായിരിക്കും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഹയർ ഓപ്ഷൻസ് ഒക്കെ അടുത്ത അലോട്ട്മെന്റിൽ പരിഗണിക്കപ്പെടണമെന്നുള്ളവർ ഈ ഒരു ഫോം ഉപയോഗിക്കേണ്ടതില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.